അമേരിക്കയുമായി പാകിസ്ഥാൻ കൂടുതൽ അടുക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചോദിക്കുന്നതും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു പാകിസ്ഥാനോടാകട്ടെ മൃദു സമീപനമാണ് ട്രംപ് അടക്കം സ്വീകരിച്ചതും. ട്രംപിന്റെ വെടിനിർത്തൽ വാദം വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ ട്രംപ് കള്ളനാവുകയും ചെയ്തിരുന്നു. അതിന്റെ ക്ഷീണം തീർക്കാൻ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചതാകാമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. എന്നാൽ അതിനു പിന്നിൽ മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുള്ളത് പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസീം മുനീറിന്റെ അമേരിക്കൻ സന്ദർശനത്തോടുകൂടി തന്നെ വെളിവാവുകയായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവരുന്ന വിലയിരുത്തലുകൾ ഇങ്ങനെയാണ്: ഇരുവരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്നതാണ്. മാത്രമല്ല, പാകിസ്ഥാന്റെ സൈനിക സർവീസിൽ നിന്നും വിരമിക്കുന്നത് അത് നീട്ടിക്കിട്ടാൻ വേണ്ടി തനിക്ക് പ്രശസ്തിയുണ്ട് എന്ന് വരുത്തി തീർക്കാനായിരുന്നു അസീം മുനീർ ശ്രമം നടത്തിയത്. ട്രംപിനൊപ്പം നിന്നാൽ തനിക്ക് ആവശ്യമായതെല്ലാം കിട്ടുമെന്നാണ് അസീം മുനീർ ഇപ്പോഴും കരുതുന്നത്. ഭാവിയിൽ ട്രംപിനെ സന്തോഷിപ്പിക്കാൻ ജമ്മു കാശ്മീരിൽ ഭീകരത വിട്ടുള്ള ആക്രമണങ്ങൾ അസീം മുനീർ സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതിനു പിന്നിൽ അമേരിക്കയുടെ താല്പര്യങ്ങളാണ് എന്നും പറയപ്പെടുന്നു. കാരണം പാകിസ്ഥാൻ കൂടുതൽ അമേരിക്കയ്ക്ക് അടിമപ്പെടണമെങ്കിൽ മാത്രം ഇന്ത്യ പാക് സംഘർഷം ആവശ്യമായിരുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ബന്ധുക്കൾക്ക് പങ്കാളിത്തമുള്ള കമ്പനിക്ക് ക്രിപ്റ്റോ കറൻസി ആരംഭിക്കാൻ പാകിസ്ഥാൻ സർക്കാർ അനുമതി നൽകിയത് വലിയ നേട്ടമാണ്. പാകിസ്ഥാൻ IMFന്റേത് ഉൾപ്പെടെയുള്ള കൂടുതൽ സാമ്പത്തിക സഹായം നേടിയത് ഈ കീഴ്വഴക്കങ്ങൾ അതുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നതും. ഭാവിയിൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാനിൽ ഒരു സൈനിക താവളം സ്ഥാപിക്കാൻ വലിയ പദ്ധതി ഇടുന്നുണ്ട്. അസീം മുനീർ വഴി ഇത് നടപ്പാക്കാൻ ട്രംപിന് രഹസ്യ പദ്ധതികളുണ്ട് എന്നാണ് മറ്റ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ചൈനയും ഇന്ത്യയും ബംഗ്ലാദേശിനെയും നിരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് ഈ സൈനിക താവളങ്ങളിലൂടെ സാധിക്കുമെന്നതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ചൈനയും US തമ്മിൽ അധികം വൈകാതെ വലിയൊരു യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ അമേരിക്കയിൽ ശക്തമായി ഉയർന്നു കേൾക്കുന്നതും. ഇത് ചിലപ്പോൾ തായ്വാനിനെ ചൊല്ലിയാകും എന്നതാണ് മറ്റൊരു വസ്തുത. അതല്ലെങ്കിൽ റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ചൈന അവസാന ഘട്ടത്തിൽ ഇടപെട്ടേക്കുമോ എന്നൊരു ആശങ്കയും നിലവിൽ നിൽക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ ചൈനയെ നിരീക്ഷിക്കാൻ പാകിസ്ഥാനിൽ ഒരു സൈനിക താവളം എന്നതാണ് ട്രംപിന്റെയും അമേരിക്കയുടെയും വളരെ നാളായുള്ള മോഹമെന്ന് പറയുന്നത്. മാത്രമല്ല, അസീം മുനീറിലൂടെ ഇത് നേട്ടമാകുമെന്ന് തന്നെയാണ് ട്രംപ് കണക്കാക്കപ്പെടുന്നതും. അതേസമയം ഭീകരവാദികളായ മസൂദ് അസറിനെയും ഹാഫിസ് സയ്യിദിനെയും വിട്ടുതരാൻ തയ്യാറാണ് എന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മുൻ വിദേശകാര്യ മന്ത്രി കൂടിയായ ബിലാവൽ ഭൂട്ടോ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനു പിന്നിൽ ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ബിലാവൽ ഭൂട്ടോ ഇത്തരമൊരു പ്രസ്താവന നടത്തിയതെന്നും നാളെ അത് വേണ്ടി വന്നാൽ എത്രയും വേഗം തന്നെ പിൻവലിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്താവന മാത്രമാണിതെന്നും പറയുന്നു. അതുപോലെ തന്നെ ഇത്തരം പ്രസ്താവനകൾ നടത്താൻ ബിലാവൽ ഭൂട്ടോയ്ക്ക് യാതൊരുവിധ നിയമപരമായ അവകാശവുമില്ല. അദ്ദേഹം പാക് സൈന്യത്തിന്റെ മന്ത്രിസഭയിൽ പോലും അംഗമല്ലാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം പാകിസ്ഥാനിലെ പ്രസിഡന്റായ ആലി സർദാർ ഭൂട്ടോയുടെ മകൻ മാത്രമാണ് എന്നതാണ് ഒരു സവിശേഷത. പക്ഷേ നാളെ പിൻവലിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ബിലാവൽ ഭൂട്ടോ ഇത്തരമൊരു അല്ലെങ്കിൽ ഈ ഒരു പേരിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യമാണ് ഇതിന് പിന്നിലെന്നും വ്യക്തമാകുന്നു. വാസ്തവത്തിൽ സിന്ധു നദീജലം ലഭിക്കാതെ സിന്ധു പ്രവിശ്യയിലുള്ള കർഷകർ കലാപം കൂട്ടുന്ന ആ ഒരു സ്ഥിതിഗതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാനിലെ കർഷകർ ആവശ്യമായ 90% ജലവും വരുന്നതാകട്ടെ ഇന്ത്യയിൽ നിന്നൊഴുകുന്ന സിന്ധു നദീജലത്തിലൂടെയാണ്. അത് ലഭിക്കാതെ വന്നാൽ അവിടുത്തെ കൃഷി നാശമാകും. ഈ സാഹചര്യത്തിലാണ് ആദ്യമൊക്കെ സിന്ധു നദീജലം നൽകിയില്ല എങ്കിലും ആ നദിയിൽ ഇന്ത്യക്കാരുടെ രക്തമൊഴുകുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ബിലാവൽ ഭൂട്ടോ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയും അല്ലെങ്കിൽ അത്തരമുള്ള ഭാഷകൾ അവർ സംസാരിക്കുകയും ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.